അതോടൊപ്പം ഞാൻ ഞങ്ങളെ പെണ്ണുകിടാവിനോടും പറയട്ടെ, മോള് ആ ഹിജാബ് കോളേജില് പോകുമ്പോ മാത്രം പോരാ, അത് മംഗളത്തിന് പോകുമ്പോ വേണം മോള്, അത് മൈലാഞ്ചിന്റെ വേണം മോള്, അത് ഉറൂസിന് പോകുമ്പോ വേണം മോള്, അത് അന്യരുടെ മുമ്പിൽ എപ്പോഴും വേണം മോള്. അൽമർഅതു കുല്ലുഹാ ഔറാ, പെണ്ണ് മുഴുവനും ഔറത്താണ്. പെണ്ണ് റോട്ടിൽ ഇറങ്ങിയിട്ട് നടക്കേണ്ടവളല്ല, മറ്റാണുങ്ങളെ പോലെ കയ്യും വീശി മുണ്ടേണ്ടവളല്ല. പെണ്ണിന് ഏറ്റവും വലിയ അലങ്കാരമാണ്, ആഭരണമാണ്. പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണമാണ് ചങ്കി. ചങ്കി നാണക്കേട്, എന്താ പറയാ, നാണക്കേട്, നാണക്കേട്, ലജ്ജ. അത് ആണിനും വേണം, അത് ആണിനും വേണോ, ആണിനും വേണ്ടെന്നല്ല, പെണ്ണിനും മുന്നേ വേണം. ലികുല്ലി ദീനിൻ ഖുലുഖുൻ, അങ്ങനെ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലികുല്ലി ദീനിൻ ഖുലുഖുൻ വ ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ ദീനിനും എല്ലാ മതത്തിനും ഒരു ഐഡന്റിറ്റി ഉണ്ട്, എല്ലാ മതത്തിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരു പ്രത്യേക പേഴ്സണാലിറ്റി, വ്യക്തിത്വമുണ്ട്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്തറിയാ? അൽ ഹയാ. ലജ്ജയാണ്, 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 ചങ്കിയാണ്, നാണമാണ്, നാണമാണ്. അത് എല്ലാവർക്കും വേണം, പെണ്ണിന് പ്രത്യേകിച്ചും. ലജ്ജയില്ലേ എന്ന പെണ്ണിന് എന്തു ആവാം, അങ്ങനെയാണ്. ഇപ്പൊ പണ്ടത്തെ പോലത്തെ ചങ്കിയും നാണമുള്ള പെണ്ണടക്കൊന്നല്ല നമ്മളെ നാട്ടിലുള്ള പെണ്ണ്. നോക്കാം, നമ്മളെ പോലൊക്കെ കറന്റ് ബില്ല് കെട്ടുന്നവനാ, അല്ലെങ്കിൽ കോയമ്പത്തൂറിന്റെ വെള്ളിന്റെ ഇത് ചൈന കൊണ്ടിരുന്നവനാ, ഓമുറ്റ് ബെർട്ടല്ല. ഞങ്ങളിലും ഉണ്ട് എന്റെ 10 ഇരട്ടി ഡബിൾ അയലുമുണ്ട്. ഞങ്ങളിൽ ഉടും കേട്ടിട്ട് ചായ വേണ അല്ല എന്താന്ന് നിങ്ങൾ ഗുളിക കുടിച്ച എന്തും കൂടി ഞങ്ങളിൽ കേട്ടിട്ട്, എന്നിട്ട് ഓൻ്റെ കേട്ട് നിനക്ക് ഷുഗർ എത്ര, എന്നിട്ട് ഉമ്മാമാക്ക് ഷുഗർ എത്ര, നിനക്ക് പ്രഷർ എത്ര, വയസ്സ് എത്രയായി, ഇതാരിത്? സത്യത്തിൽ നല്ല പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ മുസ്തഫായ നബി തങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന നേരം, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരം, മുസ്തഫായ നബി തങ്ങളുടെ സെക്കൻഡ് മുക്രി, അസിസ്റ്റന്റ് മുക്രി, ബിലാൽ തങ്ങളുടെ അസിസ്റ്റന്റ് മുക്രി, മുസ്തഫായ നബി തങ്ങളെ സന്തത സഹചാരിയായ സഹാബി, 2 കണ്ണും കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, 2ನೇ മുക്രി അന്നത്തെ 1ನೇ മുക്രി മഹാനായ ബിലാൽ ഇബ്നു റവാഹ, 2ാമത്തേത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം. പക്ഷേ മഹാനർക്ക് കണ്ണ് കാണുന്നില്ല, അന്ധനാണ്, കുരുടനാണ്, കാണാൻ മേല. ആ മഹാനുഭാവന് ഒരവസരം നബി തങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. നബി തങ്ങളോട് എന്തോ പറയാൻ, നബി തങ്ങളോട് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാൻ, ചർച്ച ചെയ്യാൻ. അങ്ങനെ വരുമ്പോ അവിടെ ആയിഷ ഉമ്മയുണ്ട്, നബി തങ്ങളെ പിരിശപ്പെട്ട ഭാര്യ, പെണ്ണായ ആയിഷ. നബി തങ്ങളോട് എന്തോ ഇങ്ങനെ சொல்லுകയാണ്, സംസാരിക്കുകയാണ്. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം തങ്ങൾ വെച്ച് ആ വീട്ടിലേക്ക് അങ്ങ് കയറി വരുമ്പോ ആയിഷ ഉമ്മ എന്ന ബാല്യക്കാരത്തി പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഉള്ളിലേക്ക് പോ, അപ്പുറം പോ, പിരിന്റെ അപ്പുറം മാറി നിൽക്ക്. അന്യനായ പുരുഷനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം ദാ വരുന്നുണ്ട്. അപ്പുറം പോ, അപ്പുറം പോ. ആണാണ്, അന്യനാണ്, ആണാണ്, അന്യനാണ്, സ്വന്തക്കാരനല്ല, അന്യനാണ്, ആണാണ്. അപ്പുറം പോ എന്ന് പറഞ്ഞപ്പോ ആയിഷ ഉമ്മ എന്ന ബാല്യക്കാരത്തി മോള് കേട്ടെന്തറിയാ? പൊന്നാര നബിയോട്, നബിയേ അയാളെ കാണുമ്പോ ഞാനുള്ളേക്ക് പോണ, അയാൾക്ക് എന്നെ കാണുന്നില്ലാലോ, കുരുടനല്ലേ, ഞാനെന്തിന് പോണം നബിയേ?
ഉണ്ടെങ്കിൽ അയാൾക്ക് എന്നെ കാണുന്നില്ലാലോ എന്ന് ചോദിച്ചപ്പോ മുസ്തഫായ നബി തങ്ങളെ പറഞ്ഞെന്തറിയാ, അയാൾക്ക് നിന്നെ കാണുന്നില്ല എന്നത് നേര്, പക്ഷേ നിനക്കയാളെ കാണാലോ. ആയിഷ നിന്റെ കണ്ണ് പൊട്ടിനാ, നീ അങ്ങോട്ട് നോക്കല്ലേ, മറയണേ ആയിഷ. ആയിഷ ഉമ്മ എവിടെ? ഞങ്ങളായിഷ എവിടെ? ഞങ്ങളായിഷ വിളിച്ചിട്ട് കൊണ്ടുവന്നു. ഇതിലെ വരി നിങ്ങളെ കാണാതെ കുറെ നാളായി, പേടക്ക് പോകുന്നു, എന്ത് ഇത്ര കൗജി അങ്ങനെ കണ്ടവരോടെല്ലാവരും ഉണ്ടാൻ പറ്റിയ ആളല്ല പെണ്ണ്. പെണ്ണ് നിറഞ്ഞ പളുങ്ക. അവള് സ്വർണത്തെക്കാളേറെ വിലയുണ്ട്. ഞങ്ങൾ കയ്യിലുള്ള പൊന്നിന്റെ മാല കൊണ്ടിട്ട് അടുപ്പിന്റെ സൈഡിൽ വെക്കോ നോക്കാം, അത്ര വലിയ ബെറ്ററുള്ളവന്ന് കൈവത്തിയ ഒരു 5 പവന്റെ മാല. 5 പവന് വേണ്ട, ചെറിയ പൂപ്പൈതലിന്റെ ചെറിയ മോതിരം 300 രൂപയ്ക്ക് വാങ്ങിയേ, മൈനസ് ഗ്രാമിന്റെ. നോക്ക, അതിനെ കൊണ്ടിട്ട് ഗേറ്റിന്റെ സൈഡിലുള്ള കല്ലിൽ വെക്കോ, നീ ഒരു 3-4 കാലം വെക്കോ. എന്നാ പൊന്നിനെക്കാളും വിലയുണ്ട് ഈ പെണ്ണിന്. അത് അങ്ങനെ ഉള്ളോടെല്ലാം കൊണ്ടിട്ട് വെക്കേണ്ടതല്ല, എല്ലാം തുറന്നിട്ട് കൊണ്ടോണ്ടതുമല്ല. الدنيا كلها متاع وخير متاعها المرأة الصالحة. ഏറ്റവും നല്ല വിലപിടിപ്പുള്ള വസ്തു, നല്ല 1.5 ചരക്ക്, അത് പെണ്ണാണ്. ഏത് പെണ്ണ്? അൽ മർഅത്തു സ്വാലിഹ. സ്വാലിഹ സ്വാലിഹ മതബോധമുള്ള പെണ്ണ്, നിസ്കാര നിലപാടുള്ള പെണ്ണ്, ചങ്കിയും നാണവുമുള്ള പെണ്ണ്, സൈലന്റ് ആയിട്ട് ശബ്ദം താത്തി സംസാരിക്കുന്ന പെണ്ണ്, അവളെ ലോകം കണ്ട ഏറ്റവും നല്ലവളാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹി. അത് തോന്നിയ പോലെ യൂസ് ആക്കപ്പെടേണ്ടതല്ല, തോന്നിയവരുടെ മുമ്പിലെല്ലാം പോയിട്ട് നിൽക്കേണ്ടതുമല്ല, തോന്നിയവർക്കെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടതുമല്ല. അത് സ്വർണത്തെക്കാളും വിളപിടിപ്പുള്ളവളാണ് സമുദായത്തിലെ പെണ്ണ്. അവളെ ഏറ്റവും വലിയ ആഭരണം, അവളെ ഏറ്റവും വലിയ ആഭരണം ചൈനല്ല, വളയല്ല, മോതിരമല്ല, അൽ ഹയാ. അൽ ഹയാ അൽ ഹയാ ചങ്കിയാണ്, 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 ലജ്ജയാണ്, ലജ്ജയാണ്. അത് പെണ്ണിന് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ്. ആണ് മുണ്ടുന്ന പോലെ പെണ്ണ് മിണ്ടരുത്, ആണ് നിൽക്കുന്ന പോലെ പെണ്ണ് നിൽക്കരുത്, ആണ് നടക്കുന്ന പോലെ പെണ്ണ് നടക്കരുത്, ആണ് നോക്കുന്ന പോലെ പെണ്ണ് നോക്കരുത്. പെണ്ണെന്നത് വളരെ വിലപിടിപ്പുള്ളവളും അതിലേറെ പരിശുദ്ധയുമാണ്. നിങ്ങൾ നോക്കല്ലോ, ഒരു പെണ്ണ് ഒരു ആണിനെ എങ്ങനെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോറിയോ? ഒരു ആണിന് അങ്ങനത്തെ ചാൻസ് ഒന്നുമില്ല. ഒരു പെണ്ണിന് ഒരു ആണിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തെല്ലാം വഴി. നല്ലവളായ ഉമ്മ, പെണ്ണാകുന്ന ഉമ്മ, ഉമ്മയായിട്ട് തന്റെ മക്കൾക്ക് സ്വർഗം കൊടുക്കുന്നു. കാരണം എന്തേ? ആ മക്കളെ സ്വർഗം ആ ഉമ്മാന്റെ കാഴ്ചവട്ട പെണ്ണായ ഉമ്മ. മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ഒരു പെണ്ണ് കിടാവൂ, മറ്റൊരു ഹദീസിൽ 2 പെണ്ണ് കിടാവൂ. അപ്പൊ ചോദിക്കപ്പെട്ടു, 3 പെണ്ണ് കിടാക്കുണ്ടെങ്കിൽ അങ്ങനെങ്കിൽ അങ്ങനെ അതിനെ നല്ല പോലെ പോറ്റി അതിന് നല്ല മര്യാദ പഠിപ്പിച്ച് എന്നിട്ട് നല്ലൊരു മാപ്പിളുടെ കയ്യില് കെട്ടിച്ചു കൊടുത്തെങ്കിൽ ആ പാപ്പാക്ക സ്വർഗം ആ പെണ്ണ് മക്കള് കൊടുക്കും കേട്ടോ. എല്ലാം നടക്കും. പെണ്ണെന്നത് ചെറിയ കാര്യമല്ല. ഞമ്മ ഈ പെണ്ണിനിങ്ങനെ ഫർദ ഇടണോ, ഹിജാബ് ഇടണോ, ഞമ്മളെ പോലെ ഇങ്ങനെ എല്ലാരും കീയും പോലെ കീഞ്ഞിട്ട് നടക്കണ്ടെന്നറിഞ്ഞാ അവക്ക് അവളേതാ ഒരു വിലയെന്നല്ലോ ഉണ്ടോ. എല്ലാ സമുദായത്തിനേക്കാൾ ഏറെ ഈ സമുദായം അത് വകവെച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ, മറ്റു പല മതങ്ങളിലും മാപ്പിള മരിച്ചെന്ന് കണ്ടെങ്കിൽ ആ മരിച്ചവന്റെ ശവം കത്തിക്കുന്ന നേരത്ത് ആ ശവത്തിലേക്ക് തുള്ളിയിട്ട് ഭാര്യയും ചത്തോള എന്നൊരു സമ്പ്രദായം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. സതി സതി സമ്പ്രദായ. ഏതാണ് ഈ സതി? മാപ്പിള ചത്തെന്ന് കണ്ടെങ്കിൽ പിന്നെ 1 സെക്കൻഡ് പോലും ഭാര്യയ്ക്ക് ജീവിക്കാൻ പിന്നെ ചാൻസ് ഇല്ല, അർഹതയില്ല, അവന് അധികാരമില്ല. ഭർത്താവിനെ കത്തിച്ചിട്ടുള്ള ചിതയിലേക്ക് ചത്തിട്ട് തുള്ളിയിട്ട് ഭാര്യയും ചാവണമെന്നാണ് മറ്റു മതത്തിന്റെ പല ആചാരങ്ങളും.
തടയിട്ടത് റാം മനോഹർ ലോഹിയാനെ പോലെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാക്കളാണ്. പെണ്ണിനിവിടെ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. മാറുമറച്ചിരുന്നത് മുസ്ലിമീങ്ങൾ മാത്രം. മാറുമാത്രമല്ല, ശരീരം മുഴുവനും. മുസ്ലിമീങ്ങളല്ലാത്ത പല പെണ്ണുങ്ങൾക്കും മാറു തുറന്നിട്ട് നടക്കണം. അതും കുറച്ചൊക്കെ പവർ ഗ്രേഡായ മേൽജാതിക്കാരാണെങ്കിൽ അവരെ മുമ്പിൽ എല്ലാം തുറന്നിട്ട് തന്നെ നടക്കണമെന്നായിരുന്നു അന്നത്തെ സമ്പ്രദായം. അത് ഇല്ലായ്മ ചെയ്തത്. പെണ്ണിനും മാറുമറക്കണം. അവള് മാനം മറക്കേണ്ടവളാണ്. അവളും ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. കണ്ടവന്റെ മുമ്പിൽ അവളെ ശരീരത്തിന്റെ തൊലിവെളുപ്പോ മറ്റോ കാട്ടേണ്ടവളല്ല എന്ന് പറഞ്ഞിട്ട് പെണ്ണിന് മാറുമറക്കാനുള്ള അവകാശം ശക്തമായ രീതിയിൽ കൂടെ ഉണ്ടാക്കി കൊടുത്തത് മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിമീങ്ങൾക്കല്ല, മുസ്ലിങ്ങൾ മൊത്തത്തിൽ മറക്കുന്നവരെ. അല്ലാത്തവിടെ പലരും എവിടെയാ ഇസ്ലാമിൽ പെണ്ണിനെ എവിടെ അവഗണിച്ചു? മുസ്ലിമീങ്ങൾ പെണ്ണിനെ അവഗണിച്ചോ? ഇസ്ലാമിൽ പെണ്ണിനെ അവഗണിച്ചോ? ഇല്ലല്ലോ. അല്ല ഉസ്താദെ, പെണ്ണ് ഇസ്ലാമിൽ 3 കെട്ടാന്നല്ലേ ചെന്ന് കെട്ടിയെങ്കിൽ എന്തേ നോക്കാം? 3 കെട്ടിയ മുസ്ലിമിനെ നോക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വരികയല്ല. എന്തോ ആയിട്ടില്ല, ചക്കര പഞ്ചാര പോലെ ജീവിച്ചോണ്ടോ? എന്തേ അങ്ങനെ ഉണ്ടെങ്കിലേ കെട്ടണമെന്ന് ദീന് പറഞ്ഞു. പട്ടാര പോത്തിനെ കെട്ടും പോലെ കെട്ടിക്കൊണ്ട് വന്നങ്ങ വേല. നിന്നെ കൊണ്ട് 4 ഒന്നിനെക്കാട്ടിയേറെ 2 4 പിന്നല്ലേ? 1 2 കെട്ടിയിട്ട് മട്ടം പോലെ നോക്കാനാന്നില്ലെങ്കിൽ അപ്പൊ 1 മാത്രം മിണ്ടരുത്. പിന്നെ 1 മാത്രം തോന്നിയ പോലെ കെട്ടിക്കൊണ്ട് പോകണമെന്ന് ആരും ചെല്ലിയിട്ടുമില്ല, കെട്ടിയിട്ടുമില്ല. നിങ്ങൾ നോക്കിയാലോ, ഓരോ ഓട്ടോറിക്ഷ മതിയായ അമ്മ 2 ഓട്ടോറിക്ഷ മേങ്ങി. സത്യത്തിൽ 2 ഓട്ടോറിക്ഷ മേങ്ങണമെന്ന് കൂടാൻ ഇല്ല. യൂസുഫാജു അങ്ങനെ ഒരു കാറ് മതിയാട്ടി ആൾക്കാരുടെ മുന്നേ അയാൾ പിന്നെ ഒരു ഷിഫ്റ്റ് മേങ്ങി. അതും അള്ളാഹു താല ഹദീസിൽ പറഞ്ഞിട്ടില്ല, ഖുർആനിലും പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു 1 നോക്കാൻ കഴിഞ്ഞ 4 കെട്ടിക്കോളിയും. ഇന്നോളം അമ്മ കെട്ടിയിട്ടുമില്ല. എന്തേ 1 കെട്ടിട്ട് മുകളിൽ കെട്ടി. അപ്പൊ അങ്ങനെ ഇസ്ലാമിൽ തോന്നിയ പോലെ കെട്ടാനൊന്നും പറഞ്ഞിട്ടില്ല. 1. രണ്ടാമത്, 1 പെണ്ണ് കെട്ടിയവർ ഉള്ളത് മുസ്ലിമീങ്ങളിൽ മാത്രമല്ല. മുസ്ലിമീങ്ങളല്ലാത്തവർ 1 കെട്ടിയില്ലേ? പിന്നെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന MT രാമറാവിന് ഭാര്യ എത്ര? 2. തമിഴ്നാട് ഭരിച്ചിരുന്ന M കരുണാനിധിക്ക് ഭാര്യ എത്ര? 2. സ്റ്റാലിന്റെ ഉമ്മ, കനിമൊളിന്റെ ഉമ്മ. ഹിന്ദി ഫിലിം ആക്ടറായ രാജ് ബബ്ബറിന് ഭാര്യ എത്ര? 2. പിന്നെ യൂസുഫ് മാത്രം കിട്ടിയത് ചർച്ച ചാനലില്. എന്ത് ചർച്ച? ഭയങ്കരല്ലോ. ബഹുഭാര്യത്വം ചെറ്റിടാൻ മൂല കിട്ടിട്ട് അവളെ നോക്കേണ്ട പോലെ നോക്കാൻ കഴിഞ്ഞ മാത്രം പെണ്ണാണ് ബഹുമാനിക്കപ്പെടേണ്ടവൾ. അവളെ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ദാമ്പത്യ ജീവിതമാകുമ്പോ ചെറിയ വരസലും തട്ടലും മുട്ടലും ഒക്കെ സ്വാഭാവികമാണ്. അത് പിരിശത്തിന്റെ ഭാഗമാണ്. അത് നബിതങ്ങൾക്കും ഭാര്യമാർക്കും ഇടയിലും ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങളെ ഭാര്യമാർ നബിതങ്ങളോട് പിണങ്ങിയിട്ടുണ്ട്. നബിതങ്ങളും അങ്ങോട്ടും ചിലവ് ചൂടായിട്ടുണ്ട്. അത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖമാണ്. പക്ഷേ ഓവറാവരുത്. ചില മാപ്പിളമാർ പുറത്തെല്ലാം ഭയങ്കര ചെമ്പപ്പ് പോലെ പരന്റെ ഉള്ളൊക്കെ പോക്കിയെങ്കിൽ കണ്ണിൽ വീണ നാറ്റ അടക്കമല്ല, മുണ്ടാട്ടവും ഇല്ല, എന്തുമില്ല. ഓളെ കാണുമ്പോ നമ്മളെ കാണുമ്പോ ഇയാള് ചെല്ലിയ സലാമ 3 കിലോമീറ്റർ യുദ്ധത്തിൻ്റെത്. അസ്സലാമു അലൈക്കും. നോക്ക, ഭാര്യനെ കാണുമ്പോ ഉമ്മാനെ വാപ്പാനെ കാണുമ്പോ മുണ്ടുന്നില്ല. അത് ശരിയല്ല. ചെറിയ ഒരു കുസു അതങ്ങനെയല്ലേ? ഭാര്യ മാപ്പിളം ചെല്ലെങ്കിൽ എന്റെ വിഷയം അതല്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വരാ. എന്നാലും സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, മാപ്പിള തിരിയെന്ന് പറഞ്ഞെങ്കിൽ ഈ ചട്ടിയും പാത്രം പോലെ അതേലോണം തട്ടുമ്പോ സൗണ്ടും മുട്ടലും വരും. അത് ഇടക്കിടക്ക് തട്ടുകയും ചെയ്യും. ഈ ചട്ടിയും പാത്രം ചെല്ലെങ്കിൽ ഒന്നുകൊണ്ട് AC റൂമിൽ പിന്നെ ഒന്നുകൊണ്ട് ഫ്രിഡ്ജിലും വെക്കുന്നതല്ല. അത് അട്ടി തന്നെ വെക്കുന്നത്. അത് എടുക്കുമ്പോൾ മുട്ടും വരസും നല്ലാവും. അപ്പൊ അതിന് വലിയ ആനകുതിരാക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇത് ആണ്ടും മോളും തട്ടിക്കൊണ്ട് വരച്ചുകൊണ്ടുണ്ടെങ്കിൽ അത് ബർക്കത്തുമില്ല.